ഇത് തീരുമാനമല്ല. നമ്മുടെ അറസ്റ്റ് ആയാലും ചെയ്യും. തീരുമാനം കോംപ്രമൈസ് ഒന്നുമില്ല. വീടിന്റെ പുറത്തേക്ക് വന്ന പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്ന കാഴ്ച നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഒരു വണ്ടി അടിച്ചു പിടിച്ചിട്ടേക്ക് നോക്കി. എടാ, തീരെ വിവരവും ബോധവും ഇല്ലാത്തവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിൽക്കുന്നതെന്നുള്ളതിന് തെളിവ് അയ്യമാര് കാണിച്ചു വെച്ചിരിക്കുന്നത്. എടാ, ഒരു ED കേരളത്തിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിനോ റെയ്ഡിനോ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവരങ്ങ് അവരുടെ ഗവൺമെന്റ് വണ്ടിയിൽ അവിടുന്ന് ഇവിടം വരെ വന്നിട്ടല്ല ഈ പരിപാടി ചെയ്യുന്നത്. അവർ ഫ്ലൈറ്റ് വന്നതിന് ശേഷം ഇവിടെ ടൂറിസ്റ്റ് പെർമിറ്റ് ടാക്സി ഓടുന്ന വ്യക്തികളുടെ വണ്ടി റെന്റിനെടുത്ത് അവരും കൊണ്ടാണ് ഈ പരിപാടിക്കൊക്കെ പോകുന്നത്. നിങ്ങൾ ഇതുപോലുള്ള പരിപാടികൾ കാണിക്കുമ്പോഴത്തേക്കിന് ഈ അപകടത്തിൽ ഈ ഇത്രയും അടിച്ചു പൊട്ടിച്ചിരിക്കുന്ന വണ്ടി ആരുടെയാണ്? ഇവിടെ ഉപജീവന മാർഗത്തിന് ഓടുന്ന ഓരോ ഡ്രൈവേഴ്സിന്റെ വണ്ടിയാ. അന്നത്തെ ആഹാരത്തിന് വേണ്ടി ഓടുന്ന ആൾക്കാരുടെ വണ്ടി ഈ അടിച്ചു പൊടിച്ചിട്ടിരിക്കുന്നത്. തീരെ കോമൺ സെൻസ് ഇല്ലാത്ത ആൾക്കാരാണ് ഇതിനകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഈ പ്രകടനത്തോടു കൂടിയും ഈ വണ്ടി അടിച്ചോട്ട് പൊട്ടിക്കുന്നതോടുകൂടി നമുക്ക് മനസ്സിലായിട്ടൊരു കാര്യമാണ്. സത്യം പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ നാട്ടിൽ ഭരണം കിട്ടണം. കാരണം അവർ ഭരണപക്ഷത്തിരുന്നാൽ മാത്രമേ ഉള്ളൂ ഇതുപോലുള്ള തെമ്മാടിത്തനങ്ങൾ കാണിക്കാതിരിക്കത്തുള്ളൂ. സത്യം പറഞ്ഞാൽ ഇവർ ഭരണപക്ഷത്തില്ലെന്നുണ്ടെങ്കിൽ കാണിക്കുന്ന അക്രമങ്ങളൊക്കെ നോക്കിയേ. ഇവരെ സത്യം പറഞ്ഞാൽ നിരോധിക്കേണ്ട സമയം കഴിഞ്ഞ്. എടാ, ഒരാളുടെ അടുത്ത് ഈട് റെയ്ഡിന് വന്നിട്ടുണ്ടോന്നുണ്ടെങ്കിൽ അതിന് ആവശ്യം കാണുമല്ലോ, കാര്യം കാണുമല്ലോ. നിങ്ങൾ പ്രവർത്തകരാണല്ലോ. നിങ്ങളുടെ മൂഞ്ചിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരുത്തിന് ഇത്രയധികം പൈസ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ വേണം? അതിനെ പ്രൊട്ടക്ട് ചെയ്യാണ് വേണ്ടത്. നിങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട ഒരാളാണ്, നിങ്ങളുടെ നേതൃത്വം വഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അയാളുടെ ഭാഗത്തു അങ്ങനെ ഒരു കുഴപ്പമില്ല എന്നുള്ളത് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കും കൂടി ഇല്ലേ? അല്ലാതെ അത് തെളിയിക്കുന്നതിന് പകരം അവിടെ പോയി അയാളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നിൽക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? EDയുടെ റെയ്ഡിന്റെ ആവശ്യമില്ല എന്നും പറഞ്ഞ ഒരു സ്റ്റേ അവർ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആവശ്യമില്ലാത്തുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ED റെയ്ഡിന് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത്ര ഭയക്കേണ്ട കാര്യം എന്തോ? അവര് വന്നിട്ട് അവരങ്ങ് പോകത്തല്ലേ ഉള്ളു. ഈ സാമ്പത്തിക ക്രമക്കേട് 2017 മുതൽ 20 വരെ ഏകദേശം 2.5 കോടി രൂപയ്ക്ക് മേളിൽ ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട് ഈ എക്സാലോജിക്കും CMRലും തമ്മിൽ. അപ്പൊ ഇതിനകത്ത് എന്താണ് അതിനകത്തുള്ള കാര്യം എന്താണെന്ന് അറിയണ്ടേ? നീയൊക്കെ ടാക്സ് അടയ്ക്കുന്ന പൈസ അതും ഇതുമൊക്കെ തന്നെയല്ലേ? നിനക്കൊക്കെ അതൊന്നും അറിയേണ്ട ആവശ്യമൊന്നുമില്ലേ? വെറും നാണവും മാനവും ഇല്ലാത്ത പരിപാടികളെ കാണിച്ചു കൂട്ടുന്നത്. എനിക്കറിയാൻ വയ്യ. ഇത്രയും വിവരമില്ലാത്തവന്മാരാണല്ലോ ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നതെന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് പുച്ഛമാണ് തോന്നുന്നത്. അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നാടെമ്പാട് ഓരോ റാലി. ഞാൻ ഇപ്പൊ ഒന്ന് പുറത്തു പോയിട്ട് വന്ന ഒരു 30 കിലോമീറ്റർ ഞാൻ വണ്ടി ഓടിച്ചോണ്ടുന്നു. 3 റാലിയാണ് ഞാൻ കണ്ടത്. ബ്ലോക്ക്. എന്ത് കഷ്ടം! എന്തിനു വേണ്ടിയിട്ടാ? നിങ്ങൾക്ക് വല്ലതും ഉണ്ടോ? നിങ്ങൾ ഈ കാണിക്കുന്ന റാലിയിലും ബ്ലോക്കിലും ബുദ്ധിമുട്ടുന്ന ആരാന്നറിയോ? ഞങ്ങളെ പോലെ അത്യാവശ്യക്കാരാ ഏതെങ്കിലും ഒരു കാര്യത്തിന് പോകുമ്പോഴത്തേക്കിന്. നിന്റെയൊക്കെ വീട്ടിലാണോ ED വന്നത്? ED അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാര്യം കാണത്തില്ലേ? ആ കാര്യം എന്തോ തെളിയിക്കാനുള്ള സാമാന്യം കോമൺ സെൻസ് വെച്ചങ്ങ് പെരുമാറണം. നോക്കിയാൽ ഓരോ റോഡിലും ഇരിക്കുന്ന റോഡിൽ ഇവനൊക്കെ കാണിച്ചു കൂട്ടുന്ന തെമ്മാടിത്തരങ്ങളാണ് റാലി എന്ന് പറഞ്ഞുകൊണ്ട്. ഈ പിണറായി വിജയനെ വീട്ടിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും കാര്യം കാണും. ആ കാര്യം എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ റോഡിൽ ഇറങ്ങിയിട്ട് ഇതുപോലെ പ്രകടനങ്ങളും തെമ്മാടിത്തരങ്ങളും കാണിച്ചിട്ട് ഓരോ വണ്ടിയും അടിച്ചു പൊട്ടിക്കാനായിട്ട് നിൽക്കുന്ന നിങ്ങളുടെ ഒരു സാമൂഹിക ബോധം എന്തുവാ? കഴിഞ്ഞ 10 വർഷമായിട്ട് നിങ്ങൾ ഈ നാട് ഭരിച്ചിട്ടുള്ള വ്യക്തികളാണല്ലോ. നാട്ടിൽ ക്രമസമാധാനം പാലിക്കേണ്ട ഒരു ഉത്തരവാദിത്വം, ഒരു ബോധവും നിങ്ങൾക്കുണ്ടല്ലോ. ആ ചെയ്യേണ്ട വ്യക്തികൾ, അതായത് എതിർകക്ഷി ഒപ്പോണന്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ നാടിന്റെ ക്രമസമാധാനം എന്താണെന്ന് ഭരിക്കുന്ന പാർട്ടിയെ പോലെ തന്നെ നോക്കേണ്ട ആൾക്കാർ തന്നെ. അവര് തന്നെ ഇതുപോലുള്ള ഒരു അക്രമം അഴിച്ചു വിടുമ്പോഴത്തേക്കും എത്രത്തോളം ക്വാളിറ്റി ഉണ്ട്, അതിനകത്ത് പ്രവർത്തിക്കുന്നതിൽ എത്രത്തോളം ക്വാളിറ്റി ഉണ്ട്, അവർ വീണ്ടും ഭരണത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ എത്രത്തോളം ക്വാളിറ്റിയോടുകൂടി ആയിരിക്കും പ്രവർത്തിക്കുന്നത് എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമല്ലേ നിങ്ങൾ കാണിച്ചു വെച്ചിരിക്കുന്നത്. നമുക്ക് ആ ന്യൂസിലേക്ക് വരാം. അതിനെ തുടർന്നുണ്ടായിട്ടുള്ള പിണറായി വിജയൻ വീട്ടിൽ നിന്നുണ്ട് കൈയൊക്കെ പൊക്കി ലാൽസലാം കാണിക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞുണ്ടല്ലോ വെറും പുച്ഛമാണ് തോന്നിയ പുച്ഛം മാത്രം. 10 വർഷം കൊണ്ട് ഭരിച്ചു ഒരു പാർട്ടിയെ ഇല്ലാതാക്കിയതിനു ശേഷം അദ്ദേഹത്തിന്റെ സ്വാർത്ഥ താല്പര്യം കൊണ്ട് ഒരു റെയ്ഡ് അവിടെ വന്നപ്പോഴത്തേക്കിന് ആ റെയ്ഡിന് വേണ്ടിയിട്ട് അതേ പാർട്ടിക്കാരെ തന്നെ ഉപയോഗിച്ച് അതിനെ തടയിടാനായിട്ട് ശ്രമിക്കുന്നത്. ലേശം പോയി കല്ലെറിയാനും പിടിക്കാൻ നിൽക്കുന്നവർ ലേശം ബോധത്തോടുകൂടി പെരുമാറും. ലേശം ബോധത്തോടുകൂടി. ഞാൻ വ്യക്തിയെ പറയുകയാണ്, അല്ലാതെ ഒരു രാഷ്ട്രീയ കക്ഷിയെ പറയുകയല്ല, രാഷ്ട്രീയ പാർട്ടിയെ പറയുകയല്ല. രാഷ്ട്രീയ കക്ഷിക്കും പാർട്ടിക്കും വലിയ പ്രത്യയശാസ്ത്രവും അവർക്ക് ഭയങ്കര മൂലധനവും കോപ്പൊക്കെ കാണുമായിരിക്കും. പക്ഷെ വ്യക്തികളാണ് ഇതിനകത്ത് കയറി ഈ രീതിയിലേക്ക് മാറ്റിയെടുക്കുന്നത്. നമുക്ക് കണ്ടു നോക്കാം. 1 വർഷമായി നിയമക്കുരുക്കിലായ മാസപ്പടി കേസിൽ ED അന്വേഷണത്തിനുള്ള സ്റ്റേ ഹൈക്കോടതി നീക്കിയതിന് തൊട്ടു പിന്നാലെയാണ് മിന്നൽ പരിശോധന. ഒരു ദിവസം വൈകിയാൽ പ്രതികൾ വീണ്ടും കോടതിയെ സമീപിച്ച് അന്വേഷണത്തെ തടസ്സപ്പെടുത്തുമെന്നതിനാൽ അതീവ രഹസ്യമായിട്ടായിരുന്നു നീക്കം. IT കൺസൾട്ടൻസിയുടെ മറവിൽ കരിമണൽ കമ്പനി വീണ വിജയന് നൽകിയ 2,78,00,000 രൂപയുടെ മറവിലെ കള്ളപ്പണ ഇടപാടിലാണ് പരിശോധന.
182 കോടി രൂപയുടെ വ്യാജ ചെലവ് കാണിച്ച് കരിമണൽ കമ്പനി CMRL ആദായ നികുതി വകുപ്പിനെ വഞ്ചിച്ചെന്ന ആദായ നികുതി വകുപ്പ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലിലെ കള്ളപ്പണ ഇടപാടാണ് ED അന്വേഷിക്കുന്നത്. 2024 ഏപ്രിൽ 12 കൊച്ചിയിൽ ECI ഇരട്ട അന്വേഷണം തുടങ്ങിയതിന് പിന്നാലെ കരിമണൽ കമ്പനി ഹൈക്കോടതിയെ സമീപിച്ച അന്വേഷണത്തിന് താൽക്കാലിക സ്റ്റേ വാങ്ങി. EDക്ക് അന്വേഷിക്കാനുള്ള ഷെഡ്യൂൾസ് ഒഫൻസ് ഇല്ലെന്നായിരുന്നു വാദം. മാസപ്പടി ഇടപാടിൽ അന്വേഷണം നടത്തിയ മറ്റൊരു കേന്ദ്ര ഏജൻസിയായ SFIO അന്തിമ റിപ്പോർട്ട് എറണാകുളം ജില്ലാ സെഷൻസ് കോടതിയിൽ നേരത്തെ സമർപ്പിച്ചിരുന്നു. ഈ റിപ്പോർട്ടിൽ കമ്പനി ആക്ട് പ്രകാരം 447 പ്രകാരമുള്ള കുറ്റകൃത്യം ചെയ്തു എന്നായിരുന്നു കണ്ടെത്തൽ. അതായത് ചെയ്യാത്ത സേവനത്തിന് പണം നൽകി അത് ചെലവായി കാണിച്ച് ആദായ നികുതി വകുപ്പിനെ വഞ്ചിച്ചു എന്ന ഗൗരവമുള്ള കുറ്റകൃത്യമാണിത്. ഇതിന് പിന്നാലെ ഷെഡ്യൂൾഡ് ഒഫൻസ് ഇട്ട് ഇക്കാര്യം ഹൈക്കോടതിയെ ധരിപ്പിക്കുകയായിരുന്നു ED. ഇതിനെയും CMRL ഉദ്യോഗസ്ഥർ എതിർത്തെങ്കിലും ഹൈക്കോടതി അന്വേഷണം തുടരാൻ അനുവദിക്കുകയായിരുന്നു. 2015 മുതൽ 2023 വരെയുള്ള 15 വർഷത്തിനിടയിലാണ് CMRL 182 കോടി രൂപയുടെ വ്യാജ ചെലവ് രേഖപ്പെടുത്തിയത്. ഇതിൽ 91 കോടി രൂപയും കരിമണൽ കമ്പനിയുടെ അനുബന്ധ സ്ഥാപനത്തിന്റെ പേരിലാണ്. 2,78,00,000 രൂപയാണ് വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനിക്ക് ചെയ്യാത്ത സേവനത്തിന് നൽകിയത്. ഈ വ്യാജ ചെലവ് ഇടപാടിലെ കള്ളപ്പണ ഇടപാടാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. വ്യക്തമായ നിയമലംഘനം എന്തുവാണെന്ന് തെളിവ് സഹിതം കോടതിയിൽ സബ്മിറ്റ് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഒരു EDയുടെ ഒരു റെയ്ഡ് ഉണ്ടായിരിക്കുന്നത്. വ്യക്തത ഉണ്ടായിട്ട് പോലും അതിനെ നിങ്ങൾ പ്രതിരോധിക്കാൻ കാണിക്കുന്ന നിങ്ങളുടെ ഒരു ധാർമ്മിക ബോധവും ആ ഒരു സെൻസ് ഉണ്ടല്ലോ, അതായത് ഈ സമൂഹത്തോട് നിങ്ങൾ കാണിക്കുന്ന ഒരു സെൻസ് വെറും പുച്ഛം മാത്രമേ ഉള്ളൂ. ഇതിനോട് വെറും പുച്ഛം മാത്രം. എനിക്കറിയാൻ വയ്യ, ഇത്ര അന്ധമായിട്ട് വിശ്വസിക്കുന്ന ആരെയാ, എന്തിനാ വിശ്വസിക്കുന്നത്? നിങ്ങൾ ആ പാർട്ടിയെ വിശ്വസിക്കുന്ന ആ പാർട്ടിയെ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് പിടിക്കുക, അല്ലാതെ ഒരു വ്യക്തിയെ സ്ട്രോങ് ആയിട്ട് പിടിക്കാതെ. നിങ്ങളുടെ നേതൃത്വ മുന്നണിയിൽ നിൽക്കുന്ന വ്യക്തി, നീയൊക്കെ വീട്ടിലിരുന്ന് ഈ പറയുന്ന റേഷനരിയും ചോറും കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേന് അവിടെ 100-150 കോടിയും തട്ടിപ്പും വെട്ടിപ്പും നടത്തി അവരതിന് മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുക. വീണ്ടും അവർക്കൊരു പ്രശ്നം വരുമ്പോഴത്തേക്കിന് നീയൊക്കെ, അതായത് നിങ്ങളെ പോലുള്ള വ്യക്തികൾ അവിടെ ചെന്നിട്ട് അവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതിനകത്ത് എന്ത് ധാർമ്മിക ബോധമുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ധാർമ്മിക ബോധം എത്രത്തോളം ഉണ്ടെന്നുള്ളൊരു കാര്യം എനിക്ക് സത്യം പറഞ്ഞാൽ വെറും പുച്ഛം മാത്രമേ ഉള്ളൂ ഈ ഒരു കാര്യത്തിൽ. നമുക്കത് അടുത്ത വീഡിയോ കാണാം. ഇത് ഈ വന്നിരിക്കുന്ന വണ്ടിയില്ലേ, ഈ വണ്ടിയുടെ ഡ്രൈവർ, അതായത് ഈ അടിച്ചു പൊട്ടിച്ച വണ്ടിയുടെയൊക്കെ ഡ്രൈവർ ഒന്ന് ആലോചിച്ച് നോക്കി അവരുടെയൊക്കെ ഒരു അവസ്ഥ എന്തുവാണെന്നുള്ളത്. ഭയപ്പെടില്ലേ, പിന്നെ ഇത്രയും ആൾക്കാർ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മൾ സാധാരണ ഈ പാർട്ടിക്കാരും തൊഴിലാളികളൊക്കെയാണ്. പക്ഷേ ജനക്കൂട്ടം അത് മനസ്സിലാക്കുന്നില്ല. ഇത് ടാക്സി, നമ്മൾ ഓടുന്ന വണ്ടികളാണ്, അന്നന്ന് ഓടി നമ്മൾ ജീവിക്കുന്നവരാണ്. അത് ഈ ആക്രമിച്ചവരാരും നോക്കുന്നില്ലല്ലോ. അല്ലെങ്കിൽ നമ്പർ പ്ലേറ്റ് ED അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് വണ്ടിയാണെങ്കിൽ പകർത്തൽ കുഴപ്പമില്ല. ഇത് ഞങ്ങൾ സ്വന്തം കാശ് കൊടുത്ത് എടുക്കുന്ന വണ്ടികളാണ്. അതിങ്ങനെ വന്ന് എടുത്തപ്പോഴത്തേക്ക് അവർ അടിച്ചു പോയി. വിഷമമുണ്ട്, നമ്മുടെ ജീവിതമാർഗ്ഗമല്ലേ. അതുകൊണ്ട് ED ഉദ്യോഗസ്ഥരെ കൊണ്ടുവന്ന വാഹനത്തിന്റെ ഡ്രൈവർ ലാൽ ഇപ്പോൾ മീഡിയയോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് സത്യം പറഞ്ഞുണ്ടല്ലോ, ഈ വ്യക്തികളെയൊക്കെ നിങ്ങളുടെ AKG സെന്ററിൽ നിന്ന് പൈസ എടുത്തു കൊടുക്കണം ഇവർക്ക്. നാളെ AKG സെന്ററിൽ നിന്ന് വണ്ടി ഒരു പുതിയത് എടുത്തു കൊടുക്കുക. അല്പമെങ്കിലും ബോധം ഉണ്ടെങ്കിൽ കാണിച്ചു കൊടുക്കുക. ഇവർ ഈ കേസും പറഞ്ഞുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് ഇനി ഒരു പുതിയ കാർ മേടിക്കാനുള്ള പൈസ ആയിരിക്കും ഇതിന്റെ പുറകെ അവർക്ക് പോകാനായിട്ട് പോകുന്നത്. അവരെ വീട്ടിൽ ഒരു നേരത്തെ അരി മേടിക്കാൻ നിങ്ങൾക്കൊരു ബോധം ഉണ്ടെന്നുണ്ടെങ്കിൽ AKG സെന്ററിൽ നിന്ന് അവർക്ക് ആ ഒരു വണ്ടി ഏതാന്ന് വെച്ചാൽ അത് പോയതിന്റെ പൈസ അല്ലെങ്കിൽ വണ്ടി പുതിയ ഒരെണ്ണം എടുത്തു കൊടുക്കുക. അവർ ആഗ്രഹിച്ച് മോഹിച്ച് മേടിച്ചിട്ടുള്ള വണ്ടിയായിരിക്കും അവരുടെ ആവശ്യത്തിന്. ഒന്ന് ആലോചിച്ച് നോക്കെ, ചിലപ്പോൾ ഒരു 10 രൂപ കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ഈ ഒരു ഓട്ടത്തിന് അവർ പോയത്. ഇതിപ്പം വീടും പോയി, നാടും പോയി, വണ്ടിയും പോയി, വല്ല ലോൺ എടുത്ത വണ്ടിയായിരിക്കും. അല്ല, ഒന്ന് ആലോചിച്ച് നോക്കെ. ഇനി അതിന്റെ പുറകെ അവർ കിടന്ന് തൂങ്ങും ഓടുകയൊക്കെ വേണ്ടേ? ഒരു സാമാന്യ ബോധമില്ലാത്ത ആൾക്കാരാണ് ഈ പാർട്ടി പ്രവർത്തിക്കുന്നത് എന്നുള്ളത്. നേരത്തെ എന്തോ കേരളം 100% ലിറ്ററസി സാർ എന്ന് പറഞ്ഞപ്പോൾ കുറെ ഇവിടുന്ന് കുറെ പേരോട് കളിയാക്കില്ല. എന്തിന് കളിയാക്കി? ഞാൻ ഉൾപ്പെടെ കളിയാക്കിയെന്ന് എനിക്ക് തോന്നുന്നത്. കോപ്പ് അത് ചെയ്യണ്ടായിരുന്നു. എനിക്കിപ്പോൾ നാണക്കേട് തോന്നുന്നു. 0% ലിറ്ററസി, അത്രേ ഉള്ളു. ഇതുപോലെ ബോധമില്ലാത്തവന്മാര്. നീയൊക്കെ പറയുമല്ലോ ഇടി നടക്കുന്ന അങ്ങ് നോർത്ത് ഇന്ത്യയിലേക്ക് എത്തി നോക്ക്, UP എത്തി നോക്ക്, ബോധമില്ലാത്ത ആൾക്കാരെന്ന്. ബോധമില്ലാത്ത ആൾക്കാർ UP ഹിന്ദിക്കാരുടെ ഇടയിൽ മാത്രമല്ല. ഇനി അതിനെതിരെ വീഡിയോ ചെയ്യുന്ന ഏതെങ്കിലും കള്ള തെമ്മാടികളെ ഇതും കൂടെ നോക്കിയെടുത്ത് ചെയ്തോണം. സാമാന്യ കോമൺ സെൻസ് ഇല്ലാത്തവന്മാരും ബോധവും വിവരവും ഇല്ലാത്തവന്മാരാണ് ഈ നാട്ടിൽ കിടക്കുന്നതിന്റെ തെളിവും. ആ ബോധവും വിവരവും ഇല്ലാത്തവന്മാർ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ തെളിവാണ് ഇന്ന് രാവിലെ 6 മണിക്ക് EDയുടെ റെയ്ഡ്. ഈ പറയുന്ന ആരാണ് മുഖ്യമന്ത്രി അല്ലായിരുന്നു, പിണറായി വിജയൻ. അയാളുടെ 3-4 വീട്ടിലോട്ട്, വാടക വീട്ടിൽ തിരുവനന്തപുരത്ത് ഉൾപ്പെടെ അങ്ങോട്ട് കയറിയപ്പോഴത്തേക്ക് ഈ നാട് കണ്ടത്, സാക്ഷ്യം വഹിച്ചത് കുറെ വിവരമില്ലാത്തവന്മാരെ, 0% ലിറ്ററസി ആയിട്ടുള്ള ആൾക്കാരെ. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോലീസിന് പറയാനുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ടൊന്ന് കേട്ടു നോക്കാം. ഇത് തീരുമാനമല്ല, നമ്മുടെ അറസ്റ്റ് ആയാലും ചെയ്യും. തീരുമാനം കോംപ്രമൈസ് ഒന്നുമില്ല. അല്ല, കുറെ പേരിലുണ്ട്, കൺഫേം ആയ ശേഷം പറയാം. നമ്മൾ എത്ര പേര് പങ്കെടുത്തു? അല്ല, ഇതില് നിങ്ങളെല്ലാം TV കാണുന്നുണ്ടല്ലേ.
അത് പ്രതികളെല്ലാം നോക്കാൻ പറ്റും. ഇന്ന് അറസ്റ്റ് ചെയ്യോ കൂടുതൽ ആളുകളെ? ഉറപ്പായിട്ടും പങ്കെടുത്തവരെ വീട്ടിൽ കയറിയിട്ടായാലും അല്ല, ചുമ്മാ വിവരമില്ലാത്ത ചോദ്യം ചോദിച്ചത്. എത്ര പേര് പങ്കെടുത്തു നിങ്ങൾക്ക് എണ്ണാൻ പറ്റുമോ? ആ ക്യാമറയിൽ കണ്ട് എത്ര പേരാണ് ആ വണ്ടിക്കകത്ത് അടിച്ചെന്നുള്ളത്? അതിന് ഡീപ്പായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അവർ ചെക്ക് ചെയ്യണ്ടേ? ഇവരെല്ലാം കയറി പാർട്ടി ഓഫീസിൽ കയറി അട്ടയിട്ട് ഒളിച്ചിരിക്കുക, എന്നിട്ട് താഴെ പോലീസ് നിൽക്കുക, അറസ്റ്റ് ചെയ്തിട്ടേ പോകത്തുള്ളൂ കാര്യം. അറസ്റ്റ് ചെയ്യണം, അങ്ങനെ തന്നെ പോകണം. പക്ഷെ എത്രത്തോളം പ്രാവർത്തികമാവും നമുക്കറിയത്തില്ല. പ്രാവർത്തികമായ അത്രയും നല്ലത്. കേരളം മറ്റ് സംസ്ഥാനങ്ങൾക്ക് മുന്നിൽ ചിലപ്പോൾ ഒരു മാതൃകയായിട്ട് വരാൻ വളരെ ചാൻസ് കൂടുതലായിരിക്കും. ഈ ഒരു കാര്യത്തിൽ മുഴുവൻ പ്രതികളെ അറസ്റ്റ് ചെയ്ത് അതും വളരെ പെട്ടെന്ന്, എത്രയും പെട്ടെന്ന് കഴിഞ്ഞ അവിടെ കോയമ്പത്തൂർ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചതിന്റെ ഭാഗമായിട്ട് അതിനകത്ത് 3 പോലീസ് ഉദ്യോഗസ്ഥർ ചിരിച്ചതിന് കേരളത്തിൽ കിടന്ന് കുറെ പേര് റീലും ഇതൊക്കെ ചെയ്തല്ലോ. ധാർമ്മിക ബോധം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിജയ്ക്കെതിരെ പറഞ്ഞല്ലോ. വെരി നെക്സ്റ്റ് ഡേ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള നിയമ നടപടി വിജയ് അവിടെ സ്വീകരിച്ചു. അതുപോലെ ഈ കേരളത്തിലൊരു അക്രമം നടക്കുമ്പോഴത്തേക്കിന് അവിടെ രാഷ്ട്രീയമില്ല, കക്ഷിയില്ല, മൂത്ത ആളായിരുന്നു, അവൻ നേരത്തെ മുഖ്യമന്ത്രി ആയിരുന്നു, നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ അയാൾ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഞങ്ങളെ പോലെ സാധാ സിവിലിയനാ. ആ സിവിലിയന് ഇതുപോലെ കാര്യം കാണിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് കിട്ടുന്ന അതേ പരിഗണന തന്നെ ആയിരിക്കണം അദ്ദേഹത്തിന് കിട്ടേണ്ടത്. അത് ഉറപ്പുവരുത്തേണ്ട ആരാ? ഇവിടുത്തെ പോലീസ് സേനയാ. പോലീസ് സേന ഭരിക്കുന്ന ആരാ? മുഖ്യമന്ത്രിയാ. വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള വ്യക്തികൾ, രമേശ് ചെന്നിത്തല. അവരിലൊരു വിശ്വാസമുണ്ട്, കൊണ്ട് കളയരുത്. ഭരണത്തിൽ കയറിയപ്പം ചെയ്യുന്ന കാര്യങ്ങൾക്ക് എവിടേക്കോ വ്യക്തതയുണ്ട്, എവിടേക്കോ ജനങ്ങൾക്കിടയിലോട്ട് കൺവിൻസ് ആവുന്നുണ്ട്. ആ കൺവിൻസ് ആവുന്ന സാധനം കയ്യിൽ നിന്ന് പോവരുത്. അത് അവർ നോക്കിക്കോളും, ഇവർ നോക്കിക്കോളും, രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമാണെന്ന് പണ്ടെഴുതി വെച്ച ലിപി എടുത്ത് നമ്മളാരും വായിക്കാൻ നിൽക്കരുത് പ്ലീസ്. അതിന് നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള സാധനം ജനങ്ങൾക്ക് കിട്ടണം, അത്രേ ഉള്ളൂ. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അത്രേ ഉള്ളൂ. ഉറപ്പായിട്ട് അറസ്റ്റ്. ED ആയതുകൊണ്ടാണോ സാറേ പോലീസിന്റെ മുകളിൽ ഇത്ര പ്രശ്നം? സംബന്ധമില്ല, നമുക്ക് നിയമം മാത്രമേ നോക്കും, അത്രേ ഉള്ളൂ. ബാക്കി ഒന്നും നോക്കും. വാഹനം നമ്മുടെ നിയമം മാത്രമേ നോക്കും, അത്രേ ഉള്ളൂ. പ്ലീസ് പിടിക്കുമല്ലേ? എല്ലാവരും പിടിക്കും. നിയമം മാത്രമേ നോക്കും. ഇവിടുത്തെ പ്രശ്നം അവസാനിച്ചു. നിങ്ങൾ മടങ്ങാം. നിങ്ങൾ എല്ലാവരും പിടിച്ചു കഴിഞ്ഞാൽ കൊള്ളാം, കാണാനായിട്ട് നല്ലൊരു ഇമ്പമായിരിക്കും. എന്താ ഓരോ പോലീസുകാരുടെ അവസ്ഥയൊക്കെ നോക്കേ. അറിയാൻ വയ്യ, ഇത്രയും വിവരവും ബോധവും ഇല്ലാത്ത ആൾക്കാരാണ് ഈ നാട് നിൽക്കുന്നത്. ഈ നാട് ഇത്ര നാൾ ഭരിച്ചോണ്ടിരുന്നത് ഇതുപോലുള്ള വ്യക്തികളാണ്. സത്യം പറഞ്ഞാൽ കേരളം പകുതി വിൽക്കാഞ്ഞ കാര്യമായി. എന്തോ ഭാഗ്യത്തിനാണ് ചിലപ്പം നമുക്ക് കേരളം വിൽക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ കയ്യിലേക്ക് ഇതുപോലെ തന്നെ തിരിച്ചു കിട്ടിയത്. വീടിന്റെ പുറത്തേക്ക് വന്ന പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്ന കാഴ്ച നമുക്ക് ദൃശ്യങ്ങൾ കാണാം. പിണറായി വിജയൻ എടാ ഈ കൈ പൊക്കി അവിടെ നിന്നുകൊണ്ട് ലാൽ സലാം ഇൻക്ലാബ് വിളിക്കുന്നതേ നിങ്ങളോട് വെറും പുച്ഛം മാത്രം. അല്പമെങ്കിലും നാണം ഉണ്ടായിരുന്നു നിങ്ങൾക്ക്. കഴിഞ്ഞ 10 വർഷം നിങ്ങളെ ഇരുത്തി ഭരിച്ച് നിങ്ങളുടെ പ്രതിനിധിയായിട്ട് നിന്ന് ഈ കേരളത്തെ വഞ്ചിച്ച് ഇരുന്ന മന്ത്രിമാരും MLA ഉൾപ്പെടെ തോറ്റു കുളം തോണ്ടി. അതിന്റെ മെയിൻ കാരണം ഈ വ്യക്തി, മുഖ്യമന്ത്രിയായിട്ടിരുന്ന പിണറായി വിജയനായിരുന്ന വ്യക്തിയായിരുന്നു. എന്നിട്ട് വീണ്ടും അവിടെ പോയി കിടന്ന് സിന്താവ് വിളിക്കാനായിട്ടൊരു കാരണമുണ്ടല്ലോ. അതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്നത് വ്യക്തിയെയാണോ പാർട്ടിയാണോ? ഇപ്പൊ എനിക്ക് മനസ്സിലായി, പാർട്ടിയല്ല വ്യക്തിയാണ്. ആ വ്യക്തിയാണ് പാർട്ടി എന്ന് അന്ധമായിട്ട് വിശ്വസിക്കുന്ന കുറെ അന്ധങ്ങൾ മാത്രമേ ഇതിനകത്തുള്ളൂ. MP ഗോവിന്ദനും പിണറായി മുഷ്ടി ചുരുട്ടി പാർട്ടി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുകയാണ്. എന്തുവാടാ ഒന്ന് ആലോചിച്ച് നോക്കെ. കഴിഞ്ഞ 3 വർഷമായിട്ട് ട്രാൻസാക്ഷൻ നടത്തിയതിനകത്ത് 2,78,00,000 രൂപ ട്രാൻസാക്ഷൻ നടത്തി. 10-90 കോടിക്ക് മേളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ടുണ്ടെന്ന്. എന്നിട്ട് നിങ്ങൾ അവിടെ പോയി കിടന്ന് ഈങ്കുലാ വിളിക്കുന്നില്ല. ഒരു ചായെങ്കിലും മേടിച്ചെന്നാ, 12 രൂപയുടെ ഒരു ചായെങ്കിലും മേടിച്ചെന്നാ. നാണമില്ലാതെ. മുഷ്ടി ചുരുട്ടി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുകയാണ് പിണറായി വിജയൻ. അദ്ദേഹം പ്രതികരിക്കുമോ എന്ന് നോക്കാം. അദ്ദേഹം പ്രതികരിക്കുമോ നോക്കാം. ഇതാണ് ഈ ഒരു കാര്യമാണ് നമ്മൾ മെയിൻ ആയിട്ട് കാണേണ്ട ഒരു കാര്യമേ. ഞാൻ ആ വീഡിയോ ഞാനൊന്ന് തപ്പിയെടുത്ത് തരട്ടെ. ഇത്രയും നാൾ കേരളത്തിനെ കുറിച്ചും കേരളത്തിന്റെ അവസ്ഥയെക്കുറിച്ചും പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചുകൊണ്ടിരുന്ന സമയത്ത് വാ തുറന്ന് ഒരക്ഷരം മിണ്ടാനായിട്ട് നിൽക്കാത്തൊരു വ്യക്തി ഇല്ലേ, ആ കടക്ക് പുറത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാക്കിയപ്പോഴത്തേന് വാ തുറന്ന് സംസാരിക്കാനായിട്ട് എവിടുന്ന് വന്ന് ധാർമ്മിക ബോധം? എവിടുന്ന് വന്ന്? അല്ലെ കേരളത്തിനെ പറ്റി, കേരളത്തിലെ നാട്ടുകാരെ പറ്റി ഓരോ കാര്യങ്ങൾ ചോദിക്കുമല്ലോ. അങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കിന് അതിനൊന്നും നിങ്ങളുടെ നാവ് ഒങ്ങുന്നതും വാ തുറക്കുന്നതും നമ്മളാരും കണ്ടിട്ടില്ലല്ലോ. പിന്നെ എവിടുന്ന് വന്ന് ഇതുപോലെ വാ തുറപ്പും നാവ് തുറപ്പും ഒക്കെ എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ പരിശോധന
ചിലർക്കെല്ലാം വലിയ മനസ്സംതൃപ്തി നൽകുമെന്നാണ് തോന്നുന്നത്, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾക്ക്. കാരണം എന്തുകൊണ്ട് പിണറായി വിജയന്റെ വീട് റെഡി ചെയ്യുന്നില്ല, എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നതായിരുന്നു രാഹുൽ ഗാന്ധി ചോദിച്ച ചോദ്യം. രാജ്യത്തിലെ പ്രതിപക്ഷത്തിന്റെ പ്രവർത്തകർക്കും നേതാക്കൾക്കുമെതിരെയുള്ള കരുതിക്കൂട്ടിയുള്ള ആക്രമണ നടപടികളാണ് BJP ഗവൺമെന്റ് തുറന്നു വരുന്നത്. ഈ എന്തെങ്കിലും ഒരു സംഭവം സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ ഈ BJP ഗവൺമെന്റ് അല്ലെങ്കിൽ കോൺഗ്രസ് ഗവൺമെന്റ് എന്തെങ്കിലും എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ മറ്റേ അണികൾ വാണങ്ങളെല്ലാം കൂടെ അതിൽ പിടിച്ചാൽ കയറിക്കോളുമല്ലോ. കേരളത്തിന് വേണ്ടി കേരളത്തെ റെപ്രസെന്റ് ചെയ്ത് മുഖ്യമന്ത്രിയായി നിന്ന സമയത്ത് കേരളത്തിന്റെ അവസ്ഥ ചോദിച്ചുകൊണ്ടും നിങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം, അതായത് കേരളത്തിന്റെ വികസനം എന്താണെന്ന് ചോദിച്ചുകൊണ്ടും ആ ചോദ്യത്തിന് നിങ്ങൾക്ക് ഒരു ആൻസർ തരാനുണ്ടായിരുന്നോ? നിങ്ങൾക്ക് എതിരെ വന്നിട്ടുള്ള ഒരു ചോദ്യത്തിന് നിങ്ങൾ മൈക്ക് അടുത്തോട്ട് കൊണ്ടുവന്നിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു കാര്യത്തിന് കൊണ്ടുവന്നിട്ടുണ്ടോ? എല്ലാം കഴിഞ്ഞ് സ്വന്തം കാര്യം വന്നപ്പോഴത്തേന് വാ തുറന്നേ പറ്റത്തുള്ളൂ. കാരണം എന്താ? നിലനിൽപ്പാ. പാർട്ടിക്കാർ കൂടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും വാ തുറക്കണം. സ്വന്തം കാര്യത്തിന് വേണ്ടിയല്ലേ ഇപ്പൊ വാ തുറന്നത്. അല്ലാതെ മൈക്കുമായിട്ട് ചെന്ന ഏതെങ്കിലും ഒരുത്തനെ ഒരു 10 മീറ്റർ അടുത്ത്, 10 മീറ്റർ അല്ല, സോറി 10 സെന്റിമീറ്റർ അടുത്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? കൊണ്ടുവന്നിട്ടില്ല. 4 ചുറ്റും ആളായിരിക്കും, ബോഡി ഗാർഡ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇപ്പൊ എന്തേ വന്നേന്താ? സ്വന്തം കാര്യമാ, നിലനിൽപ്പ് പ്രശ്നമാ, പാർട്ടിക്കാർ കൂടെ വേണം. എടാ, അന്ധമായിട്ട് വിശ്വസിക്കുന്ന മണ്ടന്മാരെ, നീയൊക്കെ വലിയ പോള ഇറക്കാൻ കുരുക്കി കിടക്കുക, പൊട്ടക്കടഞ്ഞ് കിടക്കുക. നിങ്ങളുടെ രാജാവ് ആ പോത്തൻ തവള, നിങ്ങളെല്ലാം ചെറിയ ചെറിയ വാൽമാക്രികൾ, അത്രേ ഉള്ളൂ. വളരെ പത്തറ്റിക്. ഞാൻ ഇങ്ങനെ പറയണമെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് ഇതിനകത്ത്. ഈ രാഷ്ട്രീയ കക്ഷിയിൽ എൻ്റെ ഫ്രണ്ട്സ് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഞാൻ ഡെയിലി സംസാരിക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അതിൽ ഇതുപോലെ പ്രവർത്തിച്ചിട്ടുണ്ടായിരിക്കാം, അവർ ഈ പറയുന്ന പരിപാടിക്ക് പോയിട്ടുണ്ടായിരിക്കാം. പക്ഷെ എന്താ ചെയ്യാനാ, അൺഫോർച്ചുനേറ്റ്ലി പറഞ്ഞേ പറ്റൂ. കാരണം കണ്ട് ക്ഷമ കെട്ട് സഹി കെട്ടിട്ട് പറയുന്നൊരു കാര്യമാണ്. അങ്ങനെ തന്നെ കണക്ക് കൂട്ടിയാൽ മതി. ഒരിക്കലും ഈ രാഷ്ട്രീയ പാർട്ടിയല്ല ഞാൻ പറയുന്നത്, വ്യക്തികൾ, അതിനകത്ത് നിൽക്കുന്ന വ്യക്തികൾ. ഈ വ്യക്തിക്ക് ഇപ്പം മുഖ്യമന്ത്രി ഉണ്ടാക്കി നശിപ്പിച്ച് കളഞ്ഞ് ആ ഒരു പാർട്ടി ഇല്ലാതാക്കിയിട്ട് വീണ്ടും പ്രതിപക്ഷ നേതാവായിട്ട് വന്നപ്പോൾ നിങ്ങൾക്ക് ഒരു അല്പമെങ്കിലും ബോധമുണ്ടോ? നിങ്ങൾ പാർട്ടിയോടൊരു വിശ്വാസമായിരുന്നു, ബോധമായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പരിപാടിക്ക് നിൽക്കുമോ? കൂടെ നിൽക്കുന്ന അണികൾ? എനിക്കറിയത്തില്ലടാ, എനിക്ക് സത്യമായിട്ട് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് ഇതിനകത്തൊന്ന് എന്താണ് കിട്ടുന്നതെന്നുള്ളൊരു കാര്യം മനസ്സിലാവുന്നില്ല. നിങ്ങളെ ഉണ്ടാക്കി ഊമ്പിച്ചുള്ള പൈസ മൊത്തം കൊണ്ടുപോയി. അതിനെതിരെ വിത്ത് തെളിവ് കോടതിയിൽ സമർപ്പിച്ചപ്പോഴത്തേന് ED റെയ്ഡ് വന്ന് ഓടിപ്പോയി EDക്കാരെ വണ്ടി അടിച്ചു ഓടിക്കാൻ നിൽക്കുന്നത്. എന്റെ പൊന്നളിയാ, ബുദ്ധിയും വിവരം ബോധം ഇല്ലാത്തവന്മാരെ നോർത്ത് ഇന്ത്യയിലാന്ന് പറയുന്നവന്മാരെ ഈ കേരളത്തിലുള്ളവന്മാരെ അവിടെ ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ മറക്കല്ലോ കേട്ടോ. അത് ചൂണ്ടിക്കാണിച്ചില്ലെങ്കിൽ നീ ഒന്നും ചെയ്യുന്ന വീഡിയോയ്ക്ക് ഒരു ക്വാളിറ്റി ഇല്ലാന്ന് കാണുന്നവന്മാർക്ക് മനസ്സിലായിക്കോളും. ശരി.